ഇരുമ്പ് എന്ന് പറഞ്ഞു, ഇരുമ്പ് കോട്ട എന്നാണ് ശരിക്കും മറാഠിയിൽ നമ്മൾ പറയുന്നത്. ഇതാണ് ഗണേഷ് ദർവാസ, അതായത് ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഇവിടെയൊക്കെ നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട് സംഭവം. നമ്മൾ നല്ല റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ. കയറുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും നല്ല ഗ്യാപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒന്ന് തെന്നിപ്പോയതിൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് കഷ്ടിച്ചൊരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആയി. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിലായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഇന്നത്തെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ലോഹഗഡ് ഫോർട്ടിലേക്കാണ്. ലോഹഗഡ് ഫോർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിൽ പോയിട്ടാണ് നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ വിശേഷം കാണാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഫീ എന്ന് പറയുന്നത് 25 റുപ്പീസാണ് ഇവിടെ എൻട്രി ഫീ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിൽ 300 റുപ്പീസും, അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വീഡിയോ ക്യാമറ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ 25 റുപ്പീസിൻ്റെ ടിക്കറ്റും കൂടി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്സായിട്ട് ഇങ്ങനെ മേലേക്ക് കയറിയാൽ മതി. അവിടെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ കാണാം പോകുന്ന വഴിക്ക് തന്നെ. അതുപോലെ തന്നെ സൈഡിൽ എൻട്രൻസ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് തന്നെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടായിരുന്നു. മറ്റേ ഈ സ്വീറ്റ് കോൺസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന, അതുപോലെ തന്നെ മസാലേൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ചെറിയ ഷോപ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ടിക്കറ്റ് താഴത്തുനിന്ന് എടുത്തിട്ടില്ല. നമ്മൾ കുറച്ചൊന്ന് കയറിയിട്ടതാ ഇവിടെ മുകളിലാണ്, ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ചെക്കിങ് കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ 25 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തേക്ക് അകത്തേക്ക് കയറുക. അങ്ങനെ നമ്മളിതാ പോകുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഓരോ പോയിന്റും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടി. അങ്ങനെ നമ്മളിതാ ഫസ്റ്റത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉള്ള നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ലോഹഗഡ് ഫോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ലോഹഗഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പേര് ശരിക്കും ഇരുമ്പ് കോട്ട എന്നാണ് ശരിക്കും മറാഠിയിൽ നമ്മൾ പറയുന്നത്. മറാഠിയിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇരുമ്പ് കോട്ട എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇത് ആക്ച്വലി ലോണാവാലയിലാണ്, ലോണാവാല പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും 2 തടാകങ്ങളെ വിഭജിച്ചിട്ടാണ് ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. പാവണി എന്ന് പറയുന്ന തടാകവും അതുപോലെ തന്നെ ഇന്ദ്രായണി എന്ന് പറയുന്ന തടാകവും, അങ്ങനെ രണ്ടിൻ്റെയും ഒരു ഇതിലായിട്ടാണ് ശരിക്കും ഈ ഒരു കോട്ട ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിസാപൂർ കോട്ടയാണ്. വിസാപൂർ കോട്ട എന്ന് പറയുന്ന മറ്റൊരു ഫോട്ടോ കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കിഴക്ക് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഗണേഷ് ദർവാസ, അതായത് ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഡോറ് കണ്ടില്ലേ, ഈ ഒരു ഡോറ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ്. പണ്ട് കാലത്തെ ഉണ്ടാക്കി വെച്ചൊരു ഡോറാണ്. ശരിക്കും ഇരുമ്പിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഡോറാണ്. ഇത് ശരിക്കും ക്ലോസ് ചെയ്യാറുണ്ട് എന്നാണ് മനസ്സിലായത്. കാരണം ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്, ടൈമിംഗ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ടൈമിംഗ് വന്നിരിക്കുന്നത് 9 മണി തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണം നമ്മളിവിടെ എത്താൻ. അപ്പോൾ ആ ഒരു ടൈമിൽ അല്ലാത്ത സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ ഇത്രയും നടന്ന് വന്നിട്ട്, ഇപ്പോൾ ഞാൻ ഇത്രയും നേരം ട്രാവൽ ചെയ്തില്ല, അപ്പോൾ ഇത്രയും നേരം നടന്ന് വന്നത് ചിലപ്പോൾ വേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ ഡോറ് ക്ലോസിങ് ഓപ്പണിങ് ടൈമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് വരാൻ. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഗ്യാപ്പ് നമുക്ക് കാണാം. ഈ ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു ഈ പീരങ്കി പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരുന്നതെന്ന് തോന്നുന്നു. അതാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണുന്നുണ്ട്.
ഇതിൻ്റെ ശരിക്കും ഏകദേശം ഒരു എലിവേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 3608 ഫീറ്റാണ് എബവ് ഫ്രം ദ സീ ലെവൽ. അപ്പോൾ വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ചില സ്ഥലത്തൊക്കെ ഈ സ്റ്റെപ്സ് ഒന്നും പ്രോപ്പർ അല്ല. ശരിക്കും ഈ മഴക്കാലത്തൊക്കെ ശരിക്കും കയറുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം നല്ലോണം സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിറകിൽ ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാരണം നമ്മൾ മാർത്താസിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അതിൽ വലിയൊരു റോളായിട്ട് തന്നെയാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും 1648 ഈ ഛത്രപതി ശിവാജി മഹാരാജ് ശരിക്കും ഈ ഒരു കോട്ട പിടിച്ചടക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം 1665 അതായത് 17 വർഷത്തിന് ശേഷം വീണ്ടും എന്താ പറയുക ഈ ഒരു ഫോർട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ വേറെ ഇതിൻ്റെ കൂടെയുള്ള മറ്റു ഫോർട്ടുകളും കാര്യങ്ങളൊക്കെ മുഗൾസിൻ്റെ അണ്ടറിലായെന്നാണ് പറയുന്നത്. പിന്നെ 5 വർഷത്തിന് ശേഷം 1670 വീണ്ടും ശിവാജി മഹാരാജൻ തന്നെ പിടിച്ചടക്കി എന്നുള്ള ഒരു ഇതിലാണ് മനസ്സിലായത്. അതുപോലെ തന്നെ നമുക്കിവിടെ കുറേ വാട്ടർ സ്റ്റോറേജ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ മുകളിൽ ഒരുപാടുണ്ട് എന്നാണ് മനസ്സിലായത്. ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗുഹ പോലത്തെ സംഭവത്തിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് കറക്റ്റ് അറിയില്ല. മേ ബി ആയുധങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെ വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഇപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെയൊക്കെ നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട് സംഭവം. നമ്മൾ നല്ല റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ. കയറുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്ലിപ്പായി വഴുതാനുള്ള ചാൻസ് നല്ലവണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ശരിക്കും 2 ഫോർട്ട് ഉണ്ട്. ട്വിൻ ഫോർട്ട് എന്ന് പറയുന്ന രീതിയിലാണ്. ലോഹഡ് ഫോർട്ടും അതുപോലെ തന്നെ വിഷാപൂർ ഫോർട്ടും. ഈ 2 ഫോർട്ടും കൂടി പറയുന്നത് ശരിക്കും ട്വിൻ ഫോർട്ട് എന്നാണ്. വിഷാപൂർ ഫോർട്ട് വരുന്നിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി കാണുമ്പോൾ ശരിക്കും ഒരു ട്വിൻ ഫോർട്ട് പോലത്തെ ഒരു സംഭവം എന്നാണ് മനസ്സിലാക്കിയത്. ഇതാണ് നാരായൺ ദർവാസ. ഇപ്പോൾ 2ാമത്തെ ദർവാസയായി, അതായത് 2ാമത്തെ എൻട്രൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഹനുമാൻ ദർവാസ ഇതിപ്പോൾ 3ാമത്താണ്. അങ്ങനെ മഹാദർവാസ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഒരു ദർവാസയും കൂടി ഉണ്ട്. അങ്ങനെ 4 എൻട്രൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മളിതാ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ ഇവിടെ നിന്നുള്ള നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാഗ് നമുക്ക് കാണാം. ശിവാജി ചക്രവർത്തിയുടെ ഫ്ലാഗാണ് അവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ടെമ്പിളും കാണാം. അതുപോലെ തന്നെ ഒരു മോസ്ക് പോലത്തെ ഒരു സെറ്റപ്പും കാണാം. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും നല്ല ഗ്യാപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒന്ന് തെന്നിപ്പോയതിൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ നല്ലൊരു ഗ്യാപ്പ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അത് നടക്കുമ്പോഴൊക്കെ ശരിക്കും നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനും കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ പില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ശരിക്കും ഗ്യാപ്പ് വരുന്നതുകൊണ്ട് വളരെ ശരിക്കും കെയർഫുൾ ആയിരിക്കണം. वीडियो भाई ये अभी है खाली टोटल नहीं चाहिए ये भागेगा ये मेरे को मालूम है इसके ऊपर सभी कन्विंस है इस तरह जाना है
Very tired. Thanks to Monish. Oh, look at his belly. Don't believe in His belly got reduced. proper alla. You believe in that? Proper alla, but we can measure. 25 mg. Many मेरे tape पेट पे comment नहीं. 25 mg has reduced after climbing the fort. नहीं GB ये अभी वो इसमें क्या है ना टेराबाइट के बाद आता है ना पेटाबाइट पेटाबाइट में गए जेटाबाइट एक्साबाइट और एक्साबाइट कहाँ से ज़ाइलोबाइट ഇത് ശരിക്കും ഒരു പള്ളി പോലത്തെ ഒരു സംഭവമാണ്. पेटाबाइट के बाद जेटा आता है जेटा एक्सा नहीं आता है एक्साबाइट भी है एक्सा मतलब പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല വേരിയേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കാരണം ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ 19 to 33 ഡിഗ്രി സെൽഷ്യസ് വരികയെന്നാണ് കേട്ടത്. അപ്പോൾ ഏപ്രിൽ തൊട്ട് മെയ് മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ 42 ഡിഗ്രി വരെയൊക്കെ പോകാമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ വിൻ്റർ സീസൺ ആണെങ്കിലും നല്ലോണം രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ്. അത്രയും നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ നല്ല വേരിയേഷൻ ഇവിടെ വരാറുണ്ട്. ഒരുപാട് പീരങ്കി 2-3 പീരങ്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലായിട്ട് തന്നെ. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പിൾ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ആ ഒരു പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ടെമ്പിൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിതിന്ന് ഏറ്റവും മുകളിൽ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ പോയിൻ്റ് ആണ്. ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും ഫുള്ള് വ്യൂ പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിവർ കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത്. ഇവിടുന്ന് ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ റിവറിൻ്റെ ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു വാട്ടർ സ്റ്റോറേജ് ആണ്. ഇത് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസാണ്. ഇവിടെ നടന്നിട്ട് നമുക്ക് ആ മേലെ കാണുന്ന ആ കുന്നിൻ്റെ അവിടെ എത്താനുണ്ട്. അവിടേക്ക് നമുക്ക് പോവാം. അതിനതാ നമ്മൾ ഒന്നും കൂടി മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയായിരിക്കും നമ്മൾ ഇവിടുന്ന് ശരിക്കും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിലാവുന്നത്. ശരിക്കും കോടമഞ്ഞ് പോലത്തെ സംഭവം ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും മുകളിലെത്തുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് വരുമോ ഇല്ല എന്നുള്ളത്. അതാ കോടമഞ്ഞ് പോലെയാണ് തോന്നുന്നത്. നമുക്ക് അവിടെ നിന്നൊരു ഇത് കാണുന്നുണ്ട്. Lot of rings. lot of rings. Yeah, this is Nature's wheel of The old man still trying to get in with more energy. Even the energy booster is not supporting him. energy drink has got drained because of this is his one energy. old man following another old man.
Oh, we have one of the exciting bachelors of our team. And another man from Vile Parle, the only capital of Mumbai, coming from the land of retirement retirement, and the only capital of Brand ambassador of Vile Parle. And the, Old man of as per him, everything starts from Parle and ends in Parle. നമ്മളിപ്പോൾ സംസാരിച്ച് നിന്നൊരു 1-2 മിനിറ്റ് 1-2 കഷ്ടിച്ചൊരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചായി. കണ്ടില്ലേ, നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച ഏകദേശം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:45. അപ്പോൾ വിത്തിൻ 1 or 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ കോട വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കോട വന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട്, കാരണം 5 o'clock വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ശരിക്കും കോട വന്ന് നല്ലപോലെ കവറായിട്ടുണ്ട്. കാരണം ഒന്നും താഴേക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കോട വന്നിട്ട്. And Manjish K from Bangalore, Kerala, signing in at newfoot.in, and Manjish Monish Martin joining in, and we have Jeetu style over there with the orange t-shirt. Who's that? Our white t-shirt, Amarnath with the little bit paint coming out, and one of the oldest man on our team standing over there with the specs. Yeah, Kalpesh Goyal seems to be a little bit out of energy and out of focus. Let's sign off, guys. We'll meet you at newfoot.in. Goodbye. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന കുറച്ച് 1-2 വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി താഴേക്ക് ഇറങ്ങുന്നതാണ് ടാസ്ക്. കാരണം ഗ്രിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ വഴുതാനുള്ള ചാൻസ് കൂടുതലാണ്. കയറുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഗ്രിപ്പ് കിട്ടാത്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ. ഫാമിലി കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ എടുത്ത് വരുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കാല് സ്ലിപ്പാവാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് വേണം നമ്മൾ വരാൻ. കാരണം ഈ ചപ്പൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹവായി പോലത്തെ ചപ്പൽസൊക്കെയാണ് ഗ്രിപ്പ് തീരെ കിട്ടില്ല. അപ്പോൾ സ്ലിപ്പാവാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കണ്ടില്ലേ, ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു വിഷ്വൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളെല്ലാവരും താഴേക്ക് പോകുമ്പോൾ ഒരാളുണ്ട് മേലേക്ക് പോകുന്നത്. അവിടെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. കോമഡി എന്താ വെച്ചാൽ ആൾ ചോദിക്കുന്നുണ്ട് ഇത് മുകളിൽ എത്തിയോന്നുള്ളത്. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ മതിയായി. അങ്ങനെ നമ്മളിതാ ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോർഡ് ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.